ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം എല്ലാവരും മാക്സിമം ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ നയനെ ആദർശിനെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നയനെ പറയാ, ഞാൻ ചെറുപ്പമല്ലേ, അതിന്റെ ഒരു ഹെൽത്ത് എനിക്കുണ്ട് ആദർശേട്ടാ, നീ വെറുതെ സംസാരിക്കാതെ അങ്ങോട്ടേക്ക് നടക്ക്, ഓരോന്ന് സംസാരിച്ച് കുളവാക്കോ. അമ്മയാണെങ്കിൽ ഏത് നേരവും കരള് തന്ന് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്ര നാൾ ഇങ്ങനെ മൂടി വെക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അയ്യോ ആദർശേട്ടാ, അതിനുള്ള മാർഗം ഞാൻ നേരത്തെ പറഞ്ഞു തന്നതല്ലേ, പിന്നെ എന്തിനാ? ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കണ്ടെത്തി ആ പെൺകുട്ടിയാണ് കരള് തന്നതെന്ന് പറ. ചിലപ്പം അവളെ കല്യാണം കഴിക്കാനും അമ്മ പറയാൻ ചാൻസ് ഉണ്ട്. ഇനി ഏതായാലും അമ്മ അങ്ങനെ പറയില്ല. എന്തായാലും കരള് ഡൊണേറ്റ് ചെയ്ത പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പൊ വേണു ഹോസ്പിറ്റലിലുണ്ട് കേട്ടോ. അപ്പൊ വേണു ഓർക്കുകയാണ്, ഇതെന്തു പറ്റി ഇവളെയും കൂട്ടി അവൻ ഇങ്ങോട്ടേക്ക് വന്നത്? അവക്കിനി എന്തെങ്കിലും അവശതയുണ്ടോ? അതോ ഇനിയിപ്പം അവളുടെയും കരള് പോയോ? അവളുടെ കരളോ കൃത്യൊക്കെ ഒന്ന് അടിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഏതായാലും ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നയനെ പറയുന്നുണ്ട് ആദർശിനോട്, ഇനിയിപ്പോ ഓക്കെ ആണെങ്കിൽ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ആര് പറഞ്ഞു വരണ്ടാന്ന്? ഇനിയും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട വരും. അല്ല ആദർശേട്ടാ, എനിക്ക് അമ്പലത്തിൽ വരെ ഒന്ന് പോകാൻ തോന്നുന്നുണ്ട്. തൽക്കാലം നീ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അതൊക്കെ ദൈവങ്ങൾക്ക് മനസ്സിലാകും. ഇനിയിപ്പോ അമ്പലത്തിൽ പോകണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോകുകയാണ് കേട്ടോ നമ്മുടെ ആദർശം നയനയും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ വേണു ആണെങ്കിൽ മനസ്സ് വീണ്ടും വിചാരിക്കുക, അറിയേണ്ട കാര്യങ്ങൾ അപ്പം അറിയേണ്ടവരെ അറിയിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അറിയിച്ചില്ല എങ്കിൽ ചിലപ്പോൾ അത് പിന്നെ നമുക്ക് നഷ്ടമായേക്കും. ഏതായാലും ഈ വിവരം അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിനെയാണ്. ദേവയാനിയുടെ റൂമിലേക്ക് പെട്ടെന്ന് അനാമിക കയറി വരിക. അനാമിക കയറി വന്നിട്ട് ചോദിച്ചു, അല്ലമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അത് പിന്നെ ഞാൻ ആ പെൺകുട്ടീനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെ സഹായിച്ചില്ലേ ആ പെൺകുട്ടി? ഇപ്പൊ ഏത് നേരവും ആ പെൺകുട്ടീനെ കുറിച്ചാണല്ലോ ചിന്ത. ആ പെൺകുട്ടിയോട് ഭയങ്കര സ്നേഹമാണല്ലേ? അത് പിന്നെ നിങ്ങൾക്കും ആ പെൺകുട്ടീനെ കാണാൻ പറ്റിയില്ല അല്ലേ? ആ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഏതായാലും ഞങ്ങൾക്ക് ആ പെൺകുട്ടീനെ കാണണമെന്ന് സഹായിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഏത് നേരവും ഇവിടത്തെ മരുമകൾ ഉണ്ടായിരുന്നല്ലോ, നയന. അതുകൊണ്ടാ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊരു കാര്യം പറയാനാ. ആദർശേട്ടൻ ശബരിമലയ്ക്ക് പോകുന്നത് കൊണ്ട് അമ്മയുടെ മരുമകൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ. അവർ തമ്മിൽ എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ രണ്ടാളെ ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛൻ കണ്ടു. ഹോസ്പിറ്റലിൽ വെച്ചോ? അവരെന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? അതൊന്നും അറിയില്ല വല്യമ്മേ. ഇനിയിപ്പോ ഏടത്തിക്ക് വിശേഷം വല്ലതും ഉണ്ടോന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ദേവയാനിയുടെ ചങ്കങ്ങ് പെടഞ്ഞു കേട്ടോ. എന്നിട്ട് ദേവയാനി പറഞ്ഞു, ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഏതായാലും അവർക്ക് എന്താ തളർച്ച ഉണ്ടെന്ന കാര്യം ഉറപ്പാ. അവര് ചേർത്ത് പിടിച്ച ആദർശേഷ ഹോസ്പിറ്റലിലേക്ക് പോയതും അതിൽ നടന്നതും ഒക്കെ. ഇവിടുന്ന് കമ്പനി പോകുന്നെന്ന് പറയുന്ന ആള് അവളുടെ അടുത്തേക്കാ പോകുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം ഇല്ലെന്നാ ഇവിടെ പലരും പറയുന്നത്. അതൊക്കെ വെറുതെയാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദാമ്പത്യ ജീവിതം ഇല്ലാത്ത ആള് വിശേഷം അറിയിക്കില്ലല്ലോ. അങ്ങനെ വിശേഷം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആദർശേട്ടൻ അമ്മയുടെ വാക്ക് കേട്ടിട്ടില്ല എന്ന് തന്നെയാ. സ്വയം ഇഷ്ടത്തോടു കൂടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഏതായാലും എന്റെ അച്ഛൻ കള്ളം പറയാനൊന്നും പോകുന്നില്ല. കണ്ട കാര്യം വിളിച്ചു പറഞ്ഞത്. ആദർശേട്ടൻ ഫ്രീ ആയ സമയത്ത് അമ്മയുടെ അടുത്ത് ഇരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അമ്മയ്ക്ക് എന്തുമാത്രം സ്നേഹം അമ്മയുടെ മോനോടുണ്ടെന്ന് വേറെ ആർക്കും അറിഞ്ഞില്ലേലും എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ അടുത്ത് ആദർശേട്ടൻ ഇരിക്കുന്ന ഒരു ആശ്വാസം തന്നെയല്ലേ അമ്മയ്ക്ക്? അല്ല, അവളെയും കൊണ്ട് എന്തിനാ ഹോസ്പിറ്റലിൽ പോയെന്നറിയാതെ നമ്മൾ ഓരോന്ന് സംശയിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇനിയിപ്പോ ആ പെണ്ണിന് എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നോ അമ്മേ? ഏയ്, രോഗമൊന്നും ഇല്ലായിരുന്നെന്നാ തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. പലതും മറച്ചു വെച്ചിട്ടാണല്ലോ ഈ കല്യാണം നടത്തിയത്. ആദർശേട്ടൻ ശരിക്കും പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മേ. ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി. എന്ത് ചെയ്യാനാ, അനുഭവിക്കല്ലാതെ വേറൊരു മാർഗവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ തിരിച്ചു കയറി വന്നിട്ട് പറഞ്ഞു, അതെ, ഇപ്പം ആദർശേട്ടനെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് നയനെയും നയനയുടെ വീട്ടുകാരും കൂടെ തീരുമാനിക്കുന്നത്. ആദർശേട്ടൻ ഇന്ന് കൂടെ കാണുമെന്ന് വല്യമ്മ കരുതണ്ട. മിക്കവാറും അവള് മാറ്റിയെടുത്ത് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതിന് കൂട്ടായിട്ട് അവളുടെ അമ്മയും അവളുടെ അനിയത്തിയും അവളുടെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് കൂടെ പറഞ്ഞിട്ടാട്ടോ അനാമിക ഇറങ്ങിപ്പോയത്. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ചങ്കിനകത്തൊരു പെടപ്പായി നമ്മുടെ ദേവയാനിയുടേത്. ഏതായാലും ഇച്ചിരി മാറി നിന്നോട്ട് നമ്മുടെ അനാമിക അങ്ങ് ആസ്വദിക്കുന്നുണ്ട് ഈ ഒരു പെടപ്പൊക്കെ കേട്ടോ. അനാമിക എരുതിയിൽ എണ്ണ ഒഴിച്ച് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ് നിൽക്കുക. ഈ ഒരു സമയത്താണ് വീണ്ടും ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആദർശിനെയും നയനെയും കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്യാണ്.
അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അതെ ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, ഇയാളുടെ ഹെൽത്ത് വളരെയധികം ഓക്കെ ആയിട്ടുണ്ട്, ഇനി പേടിക്കാനും ഒന്നുമില്ല. ഇത് കേട്ടപ്പോ നമ്മുടെ ആദർശന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ആദർശൻ നയനയുടെ മുഖത്ത് നോക്കി തിരിക്കുക. അപ്പൊ ഡോക്ടർ പറയും, ഇനിയിപ്പോ ചെറിയ ജോലിയൊക്കെ ചെയ്ത് തുടങ്ങാട്ടോ, അത്യാവശ്യം എക്സസൈസും ഒക്കെ ചെയ്യണം, ഈ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ വേണം, അതുകൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മൂർത്തി സാറ് നയനെ കരള് കൊടുത്ത കാര്യം അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. നയനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ, അത്രമാത്രം സ്നേഹം. സംസാരത്തിന്റെ ഇടയിൽ ഇവിടേക്ക് നിങ്ങൾ രണ്ടാളും കൂടി വരികയാണെങ്കിൽ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടർ മറിയ, രണ്ടാളെയും അവരെ ഒന്ന് കാണിക്കണമെന്നും സാർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോ കേട്ടോ നമ്മുടെ നയനയ്ക്കും ആദർശനും. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ നിങ്ങൾക്ക് കുട്ടികളില്ലല്ലോ, അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. ഇനിയിപ്പൊ എന്തായാലും നയനയുടെ മുറിവൊക്കെ പൂർണ്ണമായും കരിയട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട്. എങ്കിലും സാറിന്റെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കൊച്ചുമകന്റെ കുഞ്ഞിനെ കാണണമെന്നൊക്കെ സാറിന് ആഗ്രഹം കാണും. അത് നമ്മളായിട്ട് സാധിച്ചു കൊടുക്കുവല്ലേ ചെയ്യേണ്ടത്. അധികം നാള് അത് നീട്ടിക്കൊണ്ട് പോണ്ടാട്ടോ. ഉടനെ തന്നെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഞാൻ കേൾക്കാൻ ഇടയാകണം. അല്ല, ആദർശിന്റെ അമ്മ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. വളരെ വിചിത്രമാണ് നിങ്ങളുടെ ജീവിതം. മരുമകൾ കരള് ദാനം ചെയ്തിട്ട് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നു. മരുമകളെ അമ്മ സ്നേഹിക്കുന്നില്ല. അമ്മായിയമ്മയ്ക്ക് കരള് നൽകിയത് മരുമകളാണെന്നും അറിയില്ല. ഓ, ഇത് വല്ലാത്തൊരു അനുഭവം തന്നെ. സാരമില്ല മോളെ, നിന്റെ മനസ്സിന്റെ വലിപ്പം നിന്റെ അമ്മായിയമ്മ എന്തെങ്കിലും അറിയും. ഇയാളുടെ അമ്മ എന്തെങ്കിലും തിരിച്ചറിയും. അമിതമായി വെറുക്കുന്നവരെ അവരുടെ തെറ്റ് മനസ്സിലാക്കി നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞാലേ ആ ശക്തി പിന്നൊരു വല്ലാത്ത ശക്തിയായിരിക്കും. പിന്നെ സ്നേഹം ഒരിക്കലും ആ സ്നേഹത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. ഒരു ദിവസം വരും തന്നെ സ്നേഹിക്കുന്ന അമ്മായിയമ്മ തന്റെ അരികിലേക്ക്. അന്ന് താൻ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയനയും ആദർശവും കൂടെ വെളിയിലേക്ക് ഇറങ്ങാം കേട്ടോ. അതായത് റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങാണ്. ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് നയനയും ആദർശം പോയെന്ന് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? സോറി കേട്ടോ, നയനയും ആദർശം ഹോസ്പിറ്റലിൽ നിന്ന് പോയില്ലായിരുന്നു, നേരെ ഡോക്ടറുടെ റൂമിലേക്ക് കയറുക കേട്ടോ ചെയ്തത്, വേണു ആ ഒരു കണ്ട സമയത്ത്. പക്ഷെ ഇവര് വേണുവിനെ കാണുന്നുമില്ലായിരുന്നു. ഏതായാലും നയനയെ പിടിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ പതുക്കെ വരികയാണ്. പതുക്കെ വന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ദേവയാനിയാണ് കേട്ടോ വിളിക്കുന്നത്. അങ്ങനെ ഫോൺ നോക്കിയിട്ട്, അയ്യോ അമ്മയാണല്ലോ വിളിക്കുന്നത്, ഇനിയിപ്പോ എന്തിനാണോ എന്തോ അറിയില്ല. ഏതായാലും നീ ഇവിടെ ഇരിക്കുക, സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ ഇരുത്തിയിട്ട് ഫോൺ കോൾ എടുത്ത് നമ്മുടെ ആദർശം സംസാരിക്കുക. അമ്മേ, എന്താ അമ്മേ? അല്ല നീ എവിടെയാ? അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാ. അല്ല നീ എന്തിനാ അവിടെ പോയത്? അത് പിന്നെ നയനയ്ക്ക് ചെറിയൊരു തലവേദന, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് അവളെയും കൊണ്ട് ഞാൻ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്ന. അല്ല അവക്ക് മറ്റു കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, മറ്റു കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഇല്ലല്ലോ? ഇല്ലമ്മേ. എന്താ അമ്മ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്? അല്ല, ഇനി ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാന്ന് എനിക്കറിയില്ലല്ലോ. ഇനി അവള് പ്രഗ്നന്റ് വല്ലതും ആണോ? ശേ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അല്ല, വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ, തലവേദനയും തലചുറ്റലും മനംപുരട്ടലും ഒക്കെ അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് സാധാരണയാണ്. അതുകൊണ്ടാ ആദർശം ഞാൻ നിന്നോട് ചോദിക്കുന്നത്. അമ്മയുടെ മനസ്സിനെ ആരോ ചൂട് പിടിപ്പിക്കുക, അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആര് ചൂട് പിടിപ്പിച്ചാലും നീ അവളുമായിട്ട് ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞത് ശരിയല്ലേ? അമ്മേ, അവൾ എന്റെ ഭാര്യയാ, അതമ്മേ ഓർക്കണം. അവക്കൊരു അവശത വരുമ്പം അവളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്റെ കടമയല്ലേ? അതെന്റെ അവകാശമല്ലേ? കടമകളും അവകാശങ്ങളും മോനെ ഒരുപാട് ചെയ്യാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവളുടെ വീട്ടിൽ നീ ഒരു ദിവസം താമസിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ താമസിക്കുന്ന അമ്മയോട് പറഞ്ഞില്ലല്ലോ. എങ്കി മോനെ ചൂടാകണ്ട. ശരി ശരി. പിന്നെ മലയ്ക്ക് പോകാനുള്ള മാല കഴുത്തിലുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വേണം. ഏതായാലും വെച്ചേരെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഫോണ് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ആദർശ് നയനയുടെ അടുത്തേക്ക് വന്നു. നയനയുടെ അടുത്തേക്ക് വന്നിട്ട് നയന ചോദിച്ചു, എന്താ? എണീക്ക്, ബാ നമുക്ക് പോകാം. അമ്മയെ വിളിച്ചത്. അമ്മേനെ ആരും അറിയിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന്. ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാ അമ്മ ചോദിച്ചത്. എന്ത് കാര്യമാ? നീയേ പ്രഗ്നന്റ് ആണോന്ന്. ഇത് കേട്ടത് നമ്മുടെ നയനെ ഒന്നും ഞെട്ടിട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്നെ കൊണ്ടുവന്നെന്ന് അമ്മ അറിഞ്ഞപ്പോഴത്തേക്കും അമ്മ അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത്. അമ്മയുടെ മനസ്സിലെ വല്ലാത്ത ഭയവാ. ഇനിയിപ്പൊ നമ്മൾ രണ്ടും ഒന്നായോ, ഇനിയിപ്പം ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണോ എന്നൊക്കെയുള്ളൊരു ഭയം. പക്ഷെ മുത്തച്ഛനും മുത്തശ്ശിക്കും നമ്മൾ ഒന്നാകണമെന്നും ഒരു കുഞ്ഞു വേണമെന്നും ഒക്കെ. ഏതായാലും നമുക്ക് പോകാന്ന് പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജയനെയും ദേവയാനിയാണ്. അങ്ങനെ ദേവയാനി പറയാ, അവക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ചെറിയൊരു തലവേദനയാന്ന് പറഞ്ഞപ്പം നമ്മുടെ മോനെയും അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അത് പിന്നെ ഭാര്യമാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത് അവളുടെ കൂടെയുള്ള ആളുകളല്ലേ? നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്. പിന്നെ നയനമോൾക്ക് മാത്രം എന്താ അതൊക്കെ നിഷേധിക്കേണ്ടത്? അതിന്റെ കാര്യമുണ്ടോ? അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കല്ലേ ജയേട്ടാ? പിന്നെ എന്തിനാ അവൻ ഇങ്ങനെ പിന്നാലെ നടക്കണത്? അതിന്റെ കാര്യമുണ്ടോ?
അവൻ അന്യ പെൺകുട്ടികളുടെ പിന്നാലെ അല്ലല്ലോ പോകുന്നത്, സ്വന്തം ഭാര്യയുടെ പിന്നാലെ അല്ലേ. പിന്നെ ഒരു ഭാര്യ വന്നേക്കുന്നു, ഇവിടെ ഒരു കൊച്ചുണ്ട്, അനാമിക മോള്. അവളാ സ്നേഹമുള്ളവള്, അവളാണ് സ്നേഹമുള്ളൊരു മരുമകള്. എന്നിട്ട് ആ സ്നേഹം നീ തിരിച്ചറിയുന്നില്ല. ഈ ഒരു കാര്യത്തില് നിന്റെ അഭിപ്രായത്തോട് എനിക്ക് യാതൊരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നില്ല ദേവയാനി. നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതൊക്കെ തെറ്റാ. നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ പലതും ഞാൻ പറയാതിരിക്കുന്നത്. അത്യാവശ്യവും കള്ളത്തരവും അഹങ്കാരവും ഒക്കെ ഉള്ളത് അനാമികയ്ക്കാണ്. അവളുടെ വീട്ടുകാരും അത്രയ്ക്ക് മോശമൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ടും കാണുന്നവർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. നമ്മുടെ മരുമകളെയും അനാമികയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അതിന് പോലുള്ള യോഗ്യത അവക്കില്ല. അത് ശരിയാ, അതെനിക്കറിയാം. അവരെ തമ്മിൽ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവ അനാമിക മോളുടേത്. വീണ്ടും ദേ കിടക്കണേ. എന്നെങ്കിലും എപ്പോഴെങ്കിലും തനിക്കിത് മാറ്റി പറയേണ്ടി വരും. ആ സമയത്തുണ്ടല്ലോ കുറ്റബോധം ഒരുപാട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മരുമകളെ സ്നേഹിക്കുന്നതാ നല്ലത്. ഈ ജന്മം അത് ഉണ്ടാവില്ല ജയേട്ട, ഈ ജന്മം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വാശിയൊന്നും വേണ്ട. നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ മാറ്റം വരാനേ നിമിഷ നേരം മതി. ആദർശ് മലയ്ക്ക് പോകുന്നോണ്ടാ ഞാൻ അവളോട് വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞത്. എന്നിട്ട് അവനിപ്പം അവളുടെ പിന്നാലെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പം അവക്ക് വല്ല വിശേഷം ഉണ്ടോ എന്ന് ആർക്കറിയാം. എന്തിനാ നീ ഇങ്ങനെ ഓരോന്ന് കടന്ന് ചിന്തിക്കുന്ന ദേവയാനി? അവര് മര്യാദയ്ക്ക് ജീവിക്കാൻ താൻ സമ്മതിക്കത്തില്ല. താൻ എന്തൊരു അമ്മായിയമ്മയാണോ? ഈ ചീപ്പ് അമ്മായിയമ്മമാര് ചെയ്യുന്ന പോലെ ഒന്നും താൻ ചെയ്യാതെ ആദർശ് മലയ്ക്ക് പോയിട്ട് വരുമ്പോഴെങ്കിലും നിന്റെ ഈ മാറ്റം അത് ആവശ്യമാണ്. നമ്മളൊക്കെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് മക്കൾക്കത് നിഷേധിക്കുന്നത് നല്ലതാണോ? ഇനിയെങ്കിലും അത് നീ ഒന്ന് മനസ്സിലാക്ക് ദേവയാനി, അല്ലെങ്കിൽ നിനക്ക് തന്നെ ആപത്തെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് നമ്മുടെ ജയൻ അങ്ങ് പോയിട്ടോ. ദേവയാനി വീണ്ടും ഇതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ തലമരവിച്ച് കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭിനെയാണ്. അപ്പൊ അഭി ഇങ്ങനെ എങ്ങോട്ടാ പോകാൻ വേണ്ടിയാന്ന് തോന്നുന്നു, ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അഭി പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഫ്രണ്ടിലേക്ക് അങ്ങ് ചെല്ലുക. എന്നിട്ട് നവ്യ ചോദിക്കുക, എങ്ങോട്ടെങ്കിലും എന്റെ അടുത്ത് നിന്ന് പോയാൽ അത്രയും സമാധാനം ഉണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത്. അല്ല, നീ ആഹാരം കഴിക്കുന്നില്ലേ? കഴിക്കണം. കൊള്ളാം. ഇന്ന് ഒരിക്കലാണെന്ന് പറഞ്ഞിട്ട് കഴിക്കണം എന്നല്ലേ? ഇന്ന് ഒരിക്കലെടുക്കാൻ മുത്തച്ഛൻ പറഞ്ഞല്ലേ? അത് പിന്നെ നീ പെട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഇന്നിപ്പം എന്തായാലും എനിക്ക് ഒരിക്കലും പിടിക്കണം. കഠിന വ്രതം എടുക്കണം എന്റെ അമ്മായിക്ക് വേണ്ടിയിട്ട്. നിന്നെ കൊണ്ടൊരു പറ്റുവാടാ. ഇന്ന് ഞാൻ പച്ചവെള്ളം കുടിക്കില്ല, ഒരു ജ്യൂസ് പോലും ഞാൻ കുടിക്കില്ല. അങ്ങനെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ നിനക്ക് ഒരു ദിവസം പോലും മുന്നോട്ടേക്ക് പോകാൻ പറ്റുവാടാ? നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ലടാ. നീ നിന്റെ കാര്യം പറയേ. നീ ഇന്ന് വ്രതം തെറ്റിച്ചിരിക്കും. എനിക്ക് വ്രതം തെറ്റിച്ചേ പറ്റൂ. ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നതാ. എന്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ പട്ടിണിക്കിടാനേ എനിക്ക് പറ്റില്ല. ആ കുഞ്ഞിന് വേണ്ട ആഹാരം അകത്തേക്ക് ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ നീ അങ്ങ് എടുത്തേനെ. അതെ, ഞാൻ പഴയ നവ്യൊന്നും അല്ല. എനിക്ക് ഒരു മാറ്റമുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കിന് വിലയുണ്ട്. വിലയുള്ളൊരു വാക്കേ. അതെ, വിലയുണ്ട്. നീ ആടാ ഈ വീട്ടിലെ ഏറ്റവും വലിയ നടൻ. അതുപോലെ നീ ഓരോന്ന് അഭിനയിച്ച് തകർക്കുന്നത്. അഭിനയത്തിന് താല്പര്യമുള്ളത് നിനക്കല്ലേ, അല്ലാതെ എനിക്കല്ലല്ലോ. നീ ഒരിക്കൽ പരസ്യത്തിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ? ഉണ്ട്. ആ അഭിനയമോഹം ഇന്ന് എനിക്കും ഉണ്ട്. നീ പക്ഷെ പരസ്യത്തിൽ ഷോർട്ട് ഫിലിമിനൊന്നും അല്ലല്ലോ, ജീവിതത്തിലാണല്ലോ അഭിനയിക്കുന്നത്. ഇന്ന് നീ ഒരിക്കൽ എടുക്കുന്നതായിട്ട് അഭിനയിക്കും, എല്ലാവരെയും പറ്റിക്കും, എന്നിട്ട് പുറത്തു പോകുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കും. അതല്ലേടാ നിന്റെ ഉദ്ദേശം? എടി, ഇന്ന് ഞാൻ പുറത്തു പോകുമ്പോ ഭക്ഷണം കഴിച്ചു എന്ന് തെളിയിച്ചു കഴിഞ്ഞാലേ ഞാൻ നിനക്കൊരു സ്വർണ്ണമോതിരം മേടിച്ചു തരും. നിന്നോട് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നീ ഒന്ന് തെളിയിക്ക് എന്ന് പറഞ്ഞു. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, നീ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഒരു കാരണവശാലും ഞാൻ എന്റെ അമ്മായിക്ക് വേണ്ടി എടുക്കുന്ന വ്രതം തെറ്റിക്കില്ലടി. അത് ഞാനാ പറയുന്നത്. ഇന്ന് അമ്മായിയുടെ പക്കനാളാ. അതിന് നിരാഹാരം കിടന്നേ പറ്റൂ. അത് ഞാൻ ചെയ്തിരിക്കും. ആദർശും അനിയൊക്കെ പിടിക്കുന്നതിനേക്കാളും വലിയ വ്രതം ഞാൻ ഇന്ന് പിടിച്ചിരിക്കും. അയ്യേ, നിന്റെ വാക്കിനെ നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ആരെയും വിശ്വസിപ്പിക്കണമെന്നില്ലടി. ഞാൻ എന്തിനടി എല്ലാരെയും വിശ്വസിപ്പിക്കുന്നത്? ഈ പ്രാവശ്യം പരിശുദ്ധമായിട്ട് മലയ്ക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നീ നോൺ വെജ് ഒക്കെ നന്നായിട്ട് തട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. എടി, നീ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതെ തെളിയിച്ച് കാണിക്കടി. ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നീ തെളിയിച്ച് കാണിച്ചാലേ നീ ചെയ്യുന്നത് പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് നീ സംസാരിച്ചാൽ മതി, അല്ലാതെ നീ കൂടുതൽ സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഈ ഇവർക്കൊരു മുട്ടം പണി കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത്ര അഹങ്കാരം പാടില്ലല്ലോ, ഇത്രയ്ക്ക് ആത്മവിശ്വാസം. എങ്കിൽ പിന്നെ ഒരു മുട്ടം പണി കൊടുത്തില്ലേ ശരിയാവില്ലല്ലോ എന്ന് ഓർത്ത് നമ്മുടെ നവ്യ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ആദർശ് നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുക. അഭി നേരെ ഒരു റെസ്റ്റോറന്റിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ ആ കൂട്ടുകാരനോട് ചോദിച്ചാല്, ഞാൻ പറഞ്ഞൊക്കെ ഓർഡർ ചെയ്തോ? ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നും കഴിക്കാതെ ഭയങ്കര ഗ്യാസാ.
ഓ, ഏതായാലും വയറ് നിറച്ച് ആഹാരം കഴിക്കണം. എന്താ നിനക്ക് നോൺ വെജ് വേണോ? ഏയ്, മലയ്ക്ക് പോയിട്ട് വരുന്നവര് അതൊന്നും പറ്റത്തില്ലടാ. ഏതായാലും ഇപ്പൊ ഒരു ശയന പ്രദക്ഷിണം കഴിഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും ശീലമുള്ള പണിയല്ല, പക്ഷെ ചെയ്യേണ്ടി വന്നു വളരെ ബോധിപ്പിക്കാനായിട്ട്. അല്ല, തൽക്കാലം വെജിറ്റേറിയൻ കഴിച്ചിട്ട് നിന്റെ ക്ഷീണം മാറ്റ്. ഉം ഏതായാലും ശബരിമലയ്ക്ക് നീ എന്നാ പോകുന്നത്? ഇനിയിപ്പൊ മകരവിളക്കിന് പോക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ നടയടക്കില്ലേ? ജനുവരി 20 വരെ ഉണ്ടെന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ മകരവിളക്കിന് പോകാമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. ഏതായാലും ഇവിടുന്ന് നടന്നു പോകാനാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നടന്നു പോകാൻ എന്തൊക്കെയാ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നടത്തം എന്തായാലും വേണം. ഏതായാലും കുറച്ചിട്ടുണ്ട്. ഏതായാലും എവിടെയെങ്കിലും പകുതി വരെ ചെന്നിട്ട് നടന്നു പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്. അനന്തപുരി തറവാട്ടില് മൂർത്തി സാറിന്റെ കൊച്ചുമക്കളാന്നുള്ള ബോധം അങ്ങേർക്കില്ലെങ്കിലും പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നടന്നു പോണം. അല്ലാതെ സാധാരണക്കാരെ പോയി ക്യൂ നിന്ന് ദർശനം നടത്തണമെന്നാ മുത്തച്ഛൻ പറയുന്നത്. അത് അക്ഷരം പ്രതി അനുസരിക്കാൻ കുറച്ച് ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് എന്താ, ഞാനിപ്പോ വെറും തൊഴിലാളിയായി. എന്റെ ഏട്ടനെന്ന് പറയുന്ന മുതലാളി. ഏതായാലും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ അഭി ഭക്ഷണം കഴിക്കാണ് കേട്ടോ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ നവ്യ ഓട്ടോയും പിടിച്ച് അഭിനെ കാണാൻ വേണ്ടി വരുന്നത്. നോക്കിപ്പോ അഭിയുടെ കാറ് കിടക്കുന്നത് കണ്ടു റെസ്റ്റോറന്റിന്റെ മുമ്പില്. ഇതൊരു ചലഞ്ചായിട്ട് തന്നെ നമ്മുടെ നവ്യ എടുക്കാണ് കേട്ടോ. കാരണം നവ്യക്ക് അറിയാം നമ്മുടെ അഭി എന്ത് ചെയ്താലും സമ്മതിക്കില്ല, തെളിവുണ്ടെ മാത്രമേ ഇവിടെ കാര്യമുള്ളൂ എന്ന്. അതുകൊണ്ട് നവ്യ എന്ത് ചെയ്യാണ്, ആ റെസ്റ്റോറന്റ് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പൊ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അവൻ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഭക്ഷണം കഴിക്കുവാണോ അതോ ഇനി ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് കൊഞ്ചിക്കഴിയാണ്, അതിനി മാത്രമേ അറിയാനുള്ളൂ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെന്നു. അങ്ങനെ നമ്മുടെ അഭിനെ കാണിക്കുന്നു, അതുപോലെ തന്നെ നവ്യനെ കാണിക്കുന്നു. അഭി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് കേട്ടോ. അഭി അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നവ്യക്ക് എല്ലാം മനസ്സിലായി. നവ്യ ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ പിടിച്ചിട്ട് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഞാൻ ഇത് ഫോണിൽ പിടിക്കുമെന്നോ ഇത് കാണുമെന്നോ, ഇന്ന് അവന്റെ കുറെ പൈസ പൊട്ടിക്കണം എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അടുത്ത ആളല്ല സോറി, അവിടെ ഒരു എന്താ പറയാ, ഒരു ഷെഫ് വന്നിട്ട് ചോദിച്ചു, ഷെഫ് അല്ല സോറി, ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു ഇനി എന്തെങ്കിലും വേണോന്ന്. അപ്പൊ പറഞ്ഞു വേണം, കുറച്ച് മഷ്റൂം വേണം, അങ്ങനെയൊക്കെ കുറെ സംഭവത്തിന്റെ എന്താണ്ടൊക്കെ കുറെ പേരൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അതൊക്കെ വീണ്ടും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ നവ്യ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ ഇന്നെന്തോ നിന്റെ വല്യമ്മയുടെ പക്കപ്പിറന്നാളാന്നല്ലേ പറയുന്നത്, അപ്പൊ പിന്നെ ഒരു നേരം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർ പറയുന്നത് കുറച്ചെങ്കിലും അനുസരിക്കടാ, നിനക്ക് അവിടെ നിന്ന് ഓഹരിയെങ്കിലും കിട്ടേണ്ടതല്ലേ. ഓഹരിയൊക്കെ എനിക്ക് കിട്ടും, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കും. പക്ഷെ ഭക്ഷണം മാത്രം പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റില്ല. വിശന്നിരിക്കാൻ ഇപ്പൊ നോൺ വെജ് തന്നെ കഴിക്കാത്തത് വലിയ ഗുരുത്തെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ നോൺ വെജ് എന്തെങ്കിലും കഴിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതെല്ലാം നമ്മുടെ നവ്യ ഫോണിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. എനിക്ക് തോന്നുന്നു 2-3 തവണ പേര് മാറിപ്പോയിന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഓർക്കണു, അറിയില്ല കറക്റ്റായിട്ട് പേര് മാറിപ്പോയെന്ന്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയ ആദർശെന്നോ അല്ലെങ്കിൽ പിന്നെ നവ്യേന നയനെന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. നമ്മൾ അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാവർക്കും